എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. ഞങ്ങളെ അതിവാത്സരമായി സ്നേഹിക്കുന്ന സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഇവിടെ കർത്താവെ കൂടുതൽ ദൈവം കർത്താവെ വിളിക്കാനായിട്ട് വന്നോട് സ്പോർട്സിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിന് തക്ക സമയത്ത് തന്നെ ദൈവം കർത്താവെ എല്ലാ വഴികളെയും കർത്താവ് ഒരിക്കലായിട്ട് വന്നോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ. നിങ്ങൾക്ക് കർത്താവെ പല സ്ഥലങ്ങൾ കടന്നു വന്ന് കർത്താവെ ഇവിടെ കർത്താവെ ഒന്നിച്ചു കർത്താവെ കൊടുങ്ങാൻ ദൈവം കർത്താവെ വഴികളെ ഒരിക്കലായിട്ട് വന്നോട് സ്തോത്രം പ്രാർത്ഥിക്കുന്ന കർത്താവെ. മറ്റു കർത്താവെ അതിന്റെ പിന്നിൽ മറ്റു ഭാഷയൊക്കെ കർത്താവെ അംഗീകരിച്ചോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ കാട്ടുപോകും പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ഹാലേലുയ നന്ദിയോട് സ്തോത്രം കർത്താവെ. കർത്താവെ ഇവര് കർത്താവെ ഹാലേലുയ കർത്താവെ ക്ലാസ്സുകളൊക്കെ കർത്താവെ പഠിക്കുന്ന കർത്താവെ അവരുടെ കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശ്രുതിയെല്ലാം നന്മകാലും കർത്താവെ അവിടെ നിർച്ചോണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലുയ നന്ദിയോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മിഷൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഉദിപ്പ് സാറാണ്. അദ്ദേഹം കേരള ഗവൺമെന്റ് സർവീസിൽ DFI ആയിട്ട് റിട്ടയർഡായി തുടർന്നുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ALFന്റെ അബണൽ ലൈഫ് ഫെലോഷിപ്പിന്റെ ഭാരവാഹികളായി വളരെ രാവിലെ തന്നെ തിരുവല്ലയിൽ നിന്ന് കടന്നു വന്ന ഇതിന്റെ ഈ പ്രവർത്തനത്തിലെ കോർഡിനേറ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഐസക് സൈമൺ സാർ, അതുപോലെ ഈ ALFന്റെ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ജോയിന്റ് സാറ്, ബഹുമാനപ്പെട്ട സുഭാഷ് സാറ്, അതിന്റെ അക്കൗണ്ടന്റായിട്ട് സേവനം ചെയ്യുന്ന ഐസക് സാർ, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക്, റിജു സാറിനെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ട്രൈ മിഷൻ നാമത്തിലും അബണൽ ലൈഫ് ഫെലോഷിപ്പിന്റെ നാമത്തിലും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ഈ വട്ടപ്പൻ കാടിൽ ഇങ്ങനെ ടൈലർ സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ച് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ നീതു അവറുകളാണ്. ഈ മെമ്പർ തന്നെയാണ് ഈ വീട് കണ്ടുപിടിച്ചതും ടൈൽ ടീച്ചറിനെ കണ്ടുപിടിച്ചതും അതായത് എല്ലാം ചെയ്തത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട മെമ്പറാണ്. ആ മെമ്പറിനെ വളരെ സ്നേഹത്തോടെ ട്രൈ മിഷന്റെയും അബണൽ ലൈഫ് ഫെലോഷിപ്പിന്റെയും നാമത്തിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ട്രൈ മിഷന്റെ വൈസ് പ്രസിഡന്റ് ഉദിപ്പ് സാറ് ഒരു ഷാൾ അണിയിച്ച് മെമ്പറിനെ ആദരിക്കുന്നു. എല്ലാവരും കൈയടിച്ചാൽ. അടുത്തതായിട്ട് എനിക്ക് നന്ദി സ്വാഗതം പറയാനുള്ളത് ഈ കോഴ്സിന് പഠിക്കുവാനായിട്ട് വളരെ സന്തോഷത്തോടെ കടന്നതായ ഈ ദേശത്ത് വട്ടപ്പൻകാടിലും സമീപ പ്രദേശങ്ങളിലുള്ളതായ നിങ്ങളോടാണ്. നിങ്ങളെ ഈ 5 മാസത്തെയാണ് കോഴ്സ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കോർഡിനേറ്റർ ഐസക് സാറ് അത് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതിന് ഈ കുട്ടികളെ വളരെ ആത്മാർത്ഥമായി പഠിപ്പിക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ മുന്നിലേക്ക് വന്ന ഇതിൻ്റെ ടീച്ചറായിട്ട് സേവനമനുഷ്ഠിക്കാൻ വന്ന ഷിജി ടീച്ചർ, ഒന്ന് സ്റ്റാൻഡപ്പ്. ഷിജിയാണ്. ടീച്ചറിനെയും ഈ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഡോക്ടർ സനീഷ് ALFന്റെ ഒരു ഭാരവാഹിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ബിൽഡിംഗ് ഈ പ്രവർത്തനങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ നൽകി തന്ന ബാസന്ത് സാർ ഒന്ന് എഴുതിയിട്ടുണ്ട് സാർ. ബാസന്ത് കുടുംബോട് അടുത്ത സുധാമണിയും അജയ്കുമാർ ആന്റി എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ നമുക്ക് ഇത് സൗകര്യം ഒരുക്കി തന്നു. നമ്മുടെ നാട്ടുകാരായിട്ട് ഞാൻ പേര് പറയാൻ വിട്ടുപോയ ആരെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ ട്രൈ മിഷന്റെ മിഷന്മാരായിട്ടുള്ളത് 2 പാസ്റ്റർമാരുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രോഗ്രാം തീരുന്നതായിരിക്കും. 11 മണിയോട് തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ വെൽക്കം സ്പീച്ചാണ്. പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. തയ്യൽ പരിശീലന പരിപാടി. തയ്യൽ പരിശീലന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനുഷ്യൻ ആദ്യമായിട്ട് ചെയ്ത തൊഴിലെന്ന് പറയുന്നത് തയ്യലാണ്. ആദ്യത്തെ മനുഷ്യരാരാന്നറിയാവോ? നിങ്ങൾക്കറിയാവോ? ആദാമും ഹവ്വായെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ആദാമിനെ ഹവ്വായും ദൈവം ഏദൻ തോട്ടത്തിലാണ് ആക്കിയത്. അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നേരമാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾ നഗ്നരാണ്. ഉടനെ അവർ ചെയ്തത് പുസ്തകത്തിൽ വേണം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്. തങ്ങളുടെ നാണം മറയ്ക്കാനായിട്ട് അവർ അത്തിയിലെ തുന്നി അവർ വസ്ത്രം ഉണ്ടാക്കിയതാണ്. ആദ്യമായിട്ട് മനുഷ്യൻ ചെയ്ത തൊഴിലാണ് ഈ തയ്യലെന്ന് പറയുന്ന തൊഴിൽ.
ഞങ്ങളിപ്പോൾ പല സ്ഥലത്തും ഈ തയ്യൽ പരിശീലനം ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഞാൻ കരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് വന്നപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് ഉണ്ടായിരുന്നു. പുള്ളി പിന്നെ പ്രശ്നം വരാനുണ്ട്. ഓക്കെ, നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു 5 month കോഴ്സാണ്. 5 മാസത്തേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള കോഴ്സാണ്. അപ്പം ഇത് ഒരാൾ മാത്രം വിചാരിച്ച ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും ഒരേപോലെ തമ്മിൽ സഹകരിച്ചും സഹായിച്ചും, ഞാൻ പറഞ്ഞ പ്രിയ ഉദുപ്രസാദ് പറഞ്ഞ പോലെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി നിന്നാൽ മാത്രമേ ഈ 5 മാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന, ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു 10 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 12 സ്റ്റുഡൻസ്, ഇതിൽ നിന്ന് ആരും ഡിസ്കണ്ടിന്യൂ ആകാനായിട്ട് വരരുത്, ഇടവരരുത്. അത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഒരു ദിവസം ഉണ്ടായാൽ അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, അവരെ ആ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പിടിച്ചു കൊണ്ടുവരാൻ എന്നുള്ളത് ശ്രമിക്കുക. പിന്നെ കണ്ടിന്യൂ ആയിട്ട് വരുന്നവർ മാത്രം ഇതിനകത്ത് ഇനിഷ്യലി, അതായത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം. അപ്പം അല്ലെങ്കിൽ ഒന്ന് വന്ന് നോക്കാം, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ അല്ലെ വന്ന് നോക്കാമെന്ന് പറഞ്ഞാകരുത്. കാരണം ആപ്പാട് 5 മാസമേ ഉള്ളൂ. പിന്നെ ഇതിനകത്തൊരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ അത് പ്രിയ ജോയൻ സാർ പറയും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഞാനിവിടെ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ, കുറേ മിച്ചപ്പഴം ചെലവഴിക്കാനുള്ളൊരു വേദിയുമല്ലത്. ഇതിനകത്തെന്ന് പറയുന്നത് അവരുടേതായ, അതായത് ALF എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പ്രിയ ജോയൻ സാർ പറയും. പക്ഷെ അവരുടെ ജീവിതത്തിലുള്ള ചില ചെലവുകളും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങൾ അവർക്ക് തരുന്നത്. അല്ലെങ്കിൽ അവർക്ക് അധികം വന്ന പൈസ, ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും അധികം വന്ന പൈസ വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ? നിങ്ങൾ പറ, അധികം വന്ന പൈസ വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ? എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപ അധികം. നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് തയ്യൽ എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയാണ്. അപ്പം നിങ്ങളിതെല്ലാവരും ഫലപ്രദമായിട്ട് ഇതിനെ ഉപയോഗിക്കുക. നമുക്കൊരു ടീച്ചറിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ നമ്മൾ തൊഴിലുറപ്പെന്ന് പറഞ്ഞത് വെറുതെ കളയാതെ സാറ് പറഞ്ഞതുപോലെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിനെ ഫലപ്രദമായി ഉപയോഗിക്കുക. നമുക്ക് വസന്തണ്ണനും ചേച്ചിയും കൂടെ ഒരു വീടും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഒരു ടീച്ചറെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് സഹായത്തിനും സാബു സാർ മറ്റ് ഇവരുടെ ടീം എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ഇതിന് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തതിനേക്കാളും കൂടുതൽ ചിത്ര ചേച്ചിയാണ് ഇതിൽ കൂടുതലായിട്ട് എല്ലാം ചെയ്തത്. ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചറെ കണ്ടുപിടിച്ചതെല്ലാം ചേച്ചി എന്നെ നിരന്തരം വിളിച്ച് ചോദിക്കും, എന്തായി നമുക്ക് ജനുവരിയിലെങ്കിലും തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും ഇത്രയും ഈ ദിവസം വരെ എത്തി. ഇത് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ടും എല്ലാവർക്കും ഒരു മിനിറ്റോടെ ഇരിക്കാം. ഇന്നിവിടെ ഈ ആരംഭിക്കുന്ന ഈ തയ്യൽ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അഭിവൃദ്ധിയുടെ ഒരു ആരംഭമാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ 13ാമത്തെ തയ്യൽ ക്ലാസ്സാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ട്രൈബൽ മിഷനും അബണ്ടൻ ലൈഫ് ചർച്ച് എന്ന് പറയുന്ന സംഘടനയോട് ചേർന്നാണ് ഇതിന്റെ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഫൈനാൻസ് സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുന്നത് അബണ്ടൻ ലൈഫ് ചർച്ചാണ്. അത് പല വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു മാസത്തെ അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം മാറ്റിവെച്ച് ഇങ്ങനെയുള്ളതായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ സമ്പത്തിന്റെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവർ മാറ്റിവെക്കുക. അപ്പൊ അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ 5 മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ ജോലി അതിനകത്തുണ്ടായിരിക്കാം, പഠനം ഉണ്ടായിരിക്കാം, തൊഴിലുറപ്പുണ്ടായിരിക്കാം, പല ജീവിത മേഖല ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു പൈസ പോലും അതിനകത്ത് മുടക്കില്ലാതെ 5 മാസം കൊണ്ട് ഒരു തൊഴിൽ നിങ്ങൾ അഭ്യസിക്കുക.
ഇപ്പം ഞങ്ങൾ പോയ ഇടങ്ങളിലെല്ലാം അവരൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു തുണിക്കടയിൽ ജോലിക്കാരായിരിക്കും, അല്ല സ്വന്തമായിട്ടൊരു മെഷീൻ വീട്ടിൽ മേടിച്ച് വെച്ച് അവർ തുണി തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഉണ്ണുവാനും ഉടുക്കുവാനും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക, അതാണ് അതിന്റെ എസെൻഷ്യൽ നീഡ്സ്, അതിന്റെ പ്രാഥമികമായ ആവശ്യകത എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ സാറ് പറഞ്ഞ ഒരു കാലത്തും നമുക്ക് നിന്നു പോകുന്ന ഒരു തൊഴിലല്ല. ഈ തൊഴിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെൽഫായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ മറ്റൊരാളെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗ്ഗം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ കുടുംബത്തിൽ ഭർത്താവിനെ ആശ്രയിക്കേണ്ട, സഹോദരങ്ങളെ ആശ്രയിക്കേണ്ട, മാതാപിതാക്കളെ ആശ്രയിക്കേണ്ട, മുമ്പോട്ടുള്ള നിങ്ങളുടെ ഭാവി ജീവിതത്തില്ല സ്വന്തമായിട്ടൊരു തൊഴിൽ അറിയാം. ഒരു തൊഴിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലിനെ നമ്മൾ പ്രാഗൽഭ്യത്തോടെ പഠിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വന്നവരുണ്ട്, തിരുവല്ലയിൽ നിന്ന് വന്നവരുണ്ട്, ദൂരെ നിന്ന് വന്നവരുണ്ട്. 10 മണിക്ക് ഇവിടെ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ 9:45 ഇവിടെ എത്തി. നിങ്ങൾ 10-ന് വന്നവരുണ്ട്, 10:15-ന് വന്നവരുണ്ട്, 10:30-ക്ക് വന്നവരുണ്ട്. ക്ലാസ് തുടങ്ങുമ്പം ഇതിനൊരു സമയക്ലിപ്തത ഉണ്ടാവും. ഏത് സമയത്ത് ടീച്ചറുമായിട്ട് ആലോചിച്ചെന്തോ പറയുന്നത് ഒരു സമയക്ലിപ്തത, ആ സമയത്ത് നിങ്ങൾ വരിക. ഇവിടെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്ക് കാണും. ആ അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് ചെക്ക് ചെയ്യും ഇവിടെ ഉള്ള ആൾക്കാർ വന്നു. ഇതിന് അവസാനം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ നിങ്ങളുടെ തിയറി പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയും കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് വാലിഡ് സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് തുണിക്കടകളിലോ വലിയ തുണിക്കടകളിലോ ഒക്കെ ജോലിക്കുള്ളതായ സാധ്യതകൾ മുമ്പോട്ടുണ്ട്, പഠിച്ചുയരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സമ്പത്തിനെ അത് അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബത്തെ അത് അനുഗ്രഹിക്കും, സ്വന്തമായ വരുമാന മാർഗ്ഗം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഈ പൈസ അയച്ചു തരുന്നവരൊക്കെ നിങ്ങൾ ഇത് പഠിച്ച് ഒരു നിലയിലായി കാണാൻ വേണ്ടി ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ ഏതൊരു ദിവസം വരാം, അല്ലെ വരണ്ട, ഇന്ന് നാളെ തൊഴിലുറപ്പുണ്ട്, ഇന്ന് വരാൻ പറ്റുന്നില്ല, നാളെ പിള്ളേർക്ക് അസുഖമാണ്, വരാൻ പറ്റില്ല. ഒരു റെഗുലറായിട്ട് നിങ്ങൾ വരണം. അറ്റൻഡൻസ് ഇത്രയെങ്കിലും മിനിമം ഇത്ര അറ്റൻഡൻസ് എങ്കിലും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഒരു സ്കൂളിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പം അറ്റൻഡൻസ് വേണം. പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ പാസ്സാകണം. 1-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ 2-ാം ക്ലാസ്സിലൂടെ നമ്മളെ കയറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് നിങ്ങളിത് പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. ഇതിന്റെ സംഘാടകർക്ക് ഇതിനകത്ത് പ്രത്യേക അഭിവൃദ്ധി. നിങ്ങൾക്കിത് പറ്റുന്നില്ല, നിങ്ങളെക്കാളും ഇതിനെ ആഗ്രഹിക്കുന്നതായ ഒരുപാട് ആൾക്കാർ ഇതിന് പിന്നിൽ നിൽക്കൊണ്ട് അവരിലേക്ക് ഇതിന്റെ ഈ നന്മ പോകും. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. തക്ക സമയത്ത് വരിക, പഠിക്കുക, പഠിച്ചുയരുക, സ്വയമായ ഒരു തൊഴിൽ കണ്ടെത്തുക, ആ തൊഴിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ മാർഗ്ഗരേഖകളും ദൈവം ഒരുക്കുക. അപ്പോൾ ഇത് തരുന്ന ദൈവത്തോടെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നന്ദി ഉണ്ടായിരിക്കണം. ചെയ്യുന്ന ഇതിന്റെ സാമ്പത്തികമായ ഇടപെടൽ ചെയ്യുകയും ഇതിനകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളോട് നിങ്ങൾക്കൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അതിലുപരി ടീച്ചറിനൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് വേണം പോകാൻ. മെഷീൻസ് ചിലപ്പം 5 മെഷീനേ ഉള്ളായിരിക്കും, സിസർ കട്ടിങ്സ് കുറവായിരിക്കും. അതിനകത്ത് ഉണ്ടായിരിക്കണം. നിങ്ങൾ വന്നിരിക്കണം, പഠിച്ച് അടുത്ത ഇതിന്റെ ദിനാകേഷ് ഇതുണ്ട്, ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സമയമുണ്ട് 5 മാസത്തിന് ശേഷം. അപ്പോൾ ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ നിങ്ങളൊക്കെ ഇത് പഠിച്ച് മിടുക്കരായി എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം അടുത്ത സംരംഭത്തിലേക്ക് ഞങ്ങൾക്ക് പോകാം. ദൈവങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ, അതുപോലെ വേദിയിരിക്കുന്ന ഉദുപ്പ് സാറ്, മറ്റ് സഹോദരങ്ങൾ, മറ്റിവിടെ തയ്യൽ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാര്, അതുപോലെ ടീച്ചറ്, മറ്റുള്ളവരെ എല്ലാവർക്കും ഇതൊരു ഏറ്റവും നല്ല അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥ സാറന്മാരും ഇവിടെ പഠിക്കാൻ വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും. ബാക്കിയുള്ള ഇനി വരുന്ന കാര്യങ്ങൾക്ക് എല്ലാവിധ ഇവിടുത്തെ ഒരു ബാക്കി എന്തുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുള്ള എല്ലാം കാണും എന്നോളം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും പറഞ്ഞു. പിന്നെ 5 മാസത്തെ കോഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ ഉദ്ഘാടനത്തിന് വന്ന എല്ലാവരും അവസാനം വരെ കാണണമെന്നാണ് പറയുന്നത്. തൊഴിലുറപ്പ് നടക്കുന്നത് കൊണ്ട് മെമ്പറെ സഹായം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ് വയ്ക്കാന്നാണ് സാർമാർ പറയുന്നത്. തൊഴിലുറപ്പിന്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തി അപ്പോൾ ക്ലാസ് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എല്ലാവർക്കും ആശംസകൾ. അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇവിടെ കർത്താവെ തയ്യൽ പരിശീലന കർത്താവെ കേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കരവും കൃപയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിന്റെ നടത്തിപ്പുകാർക്കായി പ്രാർത്ഥിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേവദാസന്മാരെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലമായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കായും സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വാർഡ് മെമ്പർക്കായി സ്തോത്രം ചെയ്യുന്നു. പഠനത്തിനായി കടന്നു വന്ന
കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ടീച്ചേഴ്സിനായി കർത്താവെ ഭവനം തന്ന കർത്താവെ, പ്രിയപ്പെട്ടവർക്കായി എല്ലാവർക്കായും സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും കരുതുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവ ദൈവം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് നല്ല ബുദ്ധിയും ക്ഷമയും ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെയിരിക്കും, നിങ്ങളുടെ വരവിനായി ഒരുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.